ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് കേട്ടോ എല്ലാം പാടത്തും പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ നമ്മളിത് ചമ്പട്ടി ചൂടായപ്പോൾ അതിലോട്ട് ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇതാ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടോ നമുക്കിത്. പിന്നെ ഇത് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നല്ലോണം വരണ്ട. പിന്നെ ഇതാ നമ്മൾ മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ഇങ്ങനെ അടുപ്പത്ത് ഇതാ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇതാ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതാ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് വെച്ചത്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളെ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതവിടെ മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴും ഇതാ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദേ റൈസൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ചിക്കൻ്റെ മുകളിലോട്ട് ഇതാ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ഈ ടൈമിൽ ഞാനിവിടെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇതാ നമുക്കതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാ അങ്ങനെ ഇതാ നമ്മളൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.